കർണാടകയിലെ അങ്കോലയിൽ മലയിടിച്ചിലിൽ അകപ്പെട്ട അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിൽ അതൃപ്തിയുമായി കുടുംബം. അപകടം സംഭവിച്ച 5-ാം ദിവസം പിന്നിടുമ്പോഴും അർജുനെക്കുറിച്ച് സൂചനകളൊന്നും ലഭിക്കാത്തതിലും കുടുംബം ആശങ്കയിലാണ്. ശുഭവാർത്തകളൊന്നും ലഭിക്കാത്തതിൽ നിരാശയിലാണ് അർജുന്റെ കുടുംബം. രക്ഷാപ്രവർത്തനത്തിന് വേഗതയില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കർണാടക സർക്കാരിന്റെ രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ലെന്നും കുടുംബം പറയുന്നു. ഇവിടുത്തെ SP പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അർജുനെ കണ്ടുപിടിച്ചു കൊടുക്കണം എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അവനെ കണ്ടുപിടിക്കുന്ന വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരാണ്. പക്ഷെ അവരുടെ അടുത്ത് ഇത്രയും സഹായ സഹകരണങ്ങളുള്ളൂ. ആ സഹകരണം വിചാരിച്ച് ഞങ്ങൾ ഇനി എത്ര ദിവസം കാത്തിരിക്കണം? മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഇമെയിൽ അയച്ചിട്ടുണ്ട്. എന്നാൽ നടപടിയൊന്നുമില്ലെന്നും കുടുംബം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, നമ്മുടെ സുരേഷ് ഗോപി സാറിന് മെയിൽ അയച്ചിട്ടുണ്ട്, നമ്മുടെ CM-ന് മെയിൽ അയച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മൾ ഈ ഒരു ആർമിയുടെ ആവശ്യം പറഞ്ഞിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്. തിരച്ചിലിന് സൈന്യത്തെയോ കേരളത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെയോ എത്തിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതിനിടെ അർജുന്റെ ബന്ധുക്കളെയും ലോറി ഉടമകളെയും കർണാടക പോലീസ് മർദ്ദിച്ചതായി പരാതി ഉയർന്നു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ കോഴിക്കോട് നിന്ന് എത്തിയവരെ അപകട സ്ഥലത്തേക്ക് കടത്തിവിടാതിരുന്നതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ലാത്തിയല്ല, കൈനെ കൊണ്ട് തന്നെ മുഖത്ത് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കൂടെയുള്ള മനാഫുകാരനെ ലോറി ഉടമയ്ക്ക് ഞങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ തള്ളി മാറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നടത്താനെത്തുന്നവരെ തടയുകയാണെന്ന് ലോറി ഉടമ മനാഫ് ആരോപിച്ചു. ഇവരിതിനത് പുറത്തേക്ക് പോകരുത്. ഇതിന്റെ വ്യാപ്തി സത്യത്തിൽ ഭയങ്കര വലുതാ. കളക്ടർ കരുതി കൂട്ടിയിട്ട് എണ്ണം കുറച്ച് പറയാണ്. എണ്ണം കൂടുതലാ, മരണസംഖ്യ ഒക്കെ കൂടുതലാ. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 അങ്കോല.